വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ജനരോക്ഷമുയർത്തി ഇടതുമുന്നണിയുടെ മനുഷ്യച്ചങ്ങല. തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ കണ്ണിയായി. 10 ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ അണിനിരുന്ന മനുഷ്യച്ചങ്ങല ഇടതുമുന്നണിയുടെ സംഘടനാ സ്വാധീനം വിളിച്ചോതുന്ന ബഹുജന മുന്നേറ്റമായി മാറി. നോട്ട് നിരോധനവും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് 10 ലക്ഷത്തിലേറെ ആളുകളാണ് കേരളത്തിന്റെ തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. മനുഷ്യ ചങ്ങല പല സ്ഥലത്തും മനുഷ്യ മതിലായി പരിണമിച്ചു. 4:30 ഡ്രസ് റിഹേഴ്സലിന് ശേഷമാണ് 5 മണിയോടെ മനുഷ്യ ചങ്ങല ആരംഭിച്ചത്. തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ കവി പ്രഭാവർമ്മ കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച മനുഷ്യ ചങ്ങലയിൽ പിണറായി വിജയൻ ആദ്യ കണ്ണിയായി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ജനതാദൾ ദേശീയ സെക്രട്ടറി നീല ലോഹിദാസ് നാടാർ, NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ, മന്ത്രിമാരായ KK ശൈലജ, കടകംപള്ളി സുരേന്ദ്രൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPIM നേതാക്കളായ ആനത്തലവട്ടം ആനന്ദൻ, M വിജയകുമാർ, ആനാവൂർ നാഗപ്പൻ, V ശിവൻകുട്ടി, സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ, ഗായകൻ ജാസി ഗിഫ്റ്റ്, സിനിമാ താരം P ശ്രീകുമാർ എന്നിവർ പങ്കാളികളായി. തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണം വരെയുള്ള 45 കിലോമീറ്റർ അണമുറിയാതെ ജനം പങ്കാളികളായി. കൊല്ലം ജില്ലാ അതിർത്തി മുതൽ ഓച്ചിറ വരെയുള്ള 60 കിലോമീറ്റർ നീളത്തിൽ ബഹുജനങ്ങൾ അണിനിരന്നു. കൊല്ലം ചിന്നക്കടയിൽ ചേർന്ന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസ് ഉദ്ഘാടനം ചെയ്തു. R ബാലകൃഷ്ണപിള്ള, മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, K രാജു, MLA-മാരായ KB ഗണേഷ് കുമാർ, കോവൂർ കുഞ്ഞുമോൻ, രാജ്യസഭാംഗം സോമപ്രസാദ്, KN ബാലഗോപാൽ എന്നിവർ പങ്കാളികളായി. പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകർ കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയുള്ള ചങ്ങല കണ്ണികളിൽ പങ്കാളികളായി. ഇടതുമുന്നണിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തതെങ്കിലും ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും ഒരു രാഷ്ട്രീയമില്ലാത്തവരും മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളാവാനെത്തിയിരുന്നു. ഇടതുമുന്നണിയുടെ സംഘടനാ സ്വാധീനം വിളിച്ചോതുന്നതായിരുന്നു അണമുറിയാതെ ദേശീയപാതയോടെ തണിനിരുന്ന ഈ ബഹുജന മുന്നേറ്റം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു മധ്യ കേരളത്തിലെ മനുഷ്യച്ചങ്ങല. നോട്ട് അസാധുവാക്കലിനെതിരെ LDF നടത്തിയ പ്രതിഷേധത്തിൽ സാംസ്കാരിക നായകരും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുമടക്കം നിരവധി പേർ പങ്കാളികളായി. മധ്യ കേരളത്തിൽ നടന്ന മനുഷ്യച്ചങ്ങലയിലും 10,000-ങ്ങളാണ് പങ്കെടുത്തത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ളവർ ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതയോരത്തായിരുന്നു മനുഷ്യച്ചങ്ങല തീർത്തത്. മന്ത്രിമാരായ G സുധാകരൻ, P തിലോത്തമൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ വിവിധയിടങ്ങളിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി. നേതാക്കളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു ജനപങ്കാളിത്തം. കയർതൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒഴുകിയെത്തി. എറണാകുളം ജില്ലയിൽ 10 കേന്ദ്രങ്ങളിലായിരുന്നു പൊതുയോഗം. വൈറ്റിലയിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ MK സാനു, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ, മുൻ MP P രാജീവ്, സിനിമാ സംവിധായകരായ വിനയൻ, രഞ്ജി പണിക്കർ, ഔഷധി ചെയർമാൻ ഡോക്ടർ KR വിശ്വംഭരൻ, MV നികേഷ് കുമാർ, ഡോക്ടർ KS ഡേവിഡ് തുടങ്ങി പ്രമുഖർ കണ്ണിചേർന്നു. അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഭ്രാന്തൻ തീരുമാനം എവിടെ നിന്ന് കിട്ടി ഈ നരാധമ മോഡിക്ക് ഇങ്ങനൊരു ബുദ്ധി എന്നാണ് ഇന്ന് ഇന്ത്യയും ലോകവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്ത പ്രവൃത്തിയെ കുറിക്കാൻ നമ്മുടെ നാട്ടിൽ നല്ലൊരു ചൊല്ലുണ്ട്: എലിയെ പേടി ചില്ലം ചുടുക. നിർമ്മാണ മേഖലയിലും IT മേഖലയിലുമുള്ളവരടക്കം 10,000-ങ്ങളാണ് പങ്കാളികളായത്. തൃശൂരിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ മന്ത്രി AC മൊയ്തീൻ, ചലച്ചിത്ര താരം ഇന്നസെന്റ് MP, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ എന്നിവർ അണിനിരന്നു. ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു മനുഷ്യച്ചങ്ങല തീർത്തത്. മന്ത്രി MM മണി തൊടുപുഴയിൽ നടന്ന മനുഷ്യച്ചങ്ങലയിലാണ് കണ്ണിചേർന്നത്. മലയോര കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സാന്നിധ്യം കൊണ്ട് പ്രതിഷേധ ചങ്ങല ശ്രദ്ധേയമായിരുന്നു. സമീർ വഴങ്ങോട്, കൊച്ചി. ഏറ്റവും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലബാർ മേഖലയിൽ പ്രതിഷേധത്തിന്റെ കൈകൾ ഉയർത്തി ലക്ഷക്കണക്കിന് ആളുകളാണ് മനുഷ്യച്ചങ്ങലയിൽ പങ്കുചേർന്നത്. മലയോര മേഖലയിൽ നിന്നും ഗ്രാമമേഖലകളിൽ നിന്നും തീരദേശ മേഖലയിൽ നിന്നും ഒരുപോലെ ആളുകൾ ദേശീയപാതയോരത്ത് കൈകോർത്തു. നിലനിൽപ്പിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനൊപ്പം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകളും പങ്കുചേർന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് സ്തംഭിപ്പിച്ച് ജനജീവിതം താറുമാറാക്കിയ പ്രഖ്യാപനങ്ങളെ ജനങ്ങൾ ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു. ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെയും LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 3 ലക്ഷത്തിലധികം പേരാണ് അണിചേർന്നത്.
മലപ്പുറം കോഴിക്കോട് അതിർത്തിയായ ഇടിമുഴിക്കിൽ നിന്നും ആരംഭിച്ച് മാഹി വടകര അതിർത്തിയായ പൂഴിത്തലയിലാണ് മനുഷ്യച്ചങ്ങല വന്നു ചേർന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും മലയോര പ്രദേശത്തു നിന്നുൾപ്പെടെ നിരവധി പേരാണ് മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നത്. മന്ത്രി ടി.പി. രാമകൃഷ്ണൻ, എ.കെ. ശശീന്ദ്രൻ, കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം തുടങ്ങി നിരവധി നേതാക്കളും കെ.പി. രാമനുണ്ണി, ഖദീജ മുംതാസ് തുടങ്ങി സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും കോഴിക്കോട് മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. പൊതുസമ്മേളനം ധനമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. 50 ദിവസം കഴിഞ്ഞ് നോക്കിക്കോളൂ, കാത്തിരിക്കൂ, എനിക്ക് 50 ദിവസത്തെ സമയം തരൂ എന്ന് പറഞ്ഞ മോഡിയാണോ, അദ്ദേഹം ചെയ്യുന്ന ഭ്രാന്ത നടപടിയാണെന്ന് പറഞ്ഞ നമ്മളാണോ ശരിയായിരിക്കുന്നത് എന്ന് ഈ 50 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കുക. തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി പാലം മുതൽ മലപ്പുറം അതിർത്തിയായ നീലിയാട് പാലം വരെ 33 കിലോമീറ്റർ ദൂരത്തിലാണ് പാലക്കാട് ജില്ലയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. എ.കെ. ബാലൻ, CPI നേതാവ് കെ. ഇസ്മയിൽ, ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് കെ. കൃഷ്ണൻകുട്ടി, മുകേഷ് MLA തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ കണ്ണികളായി. മലപ്പുറം നീലിയോട് മുതൽ ഇടിമുഴിക്കൽ വരെ 73 കിലോമീറ്റർ ദൂരത്തോളമാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. 1.5 ലക്ഷത്തോളം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായത്. മന്ത്രി കെ.ടി. ജലീൽ, പാലോളി മുഹമ്മദ് കുട്ടി, കേന്ദ്ര കമ്മിറ്റി അംഗം എ. വിജയരാഘവൻ തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. വയനാട് ജില്ലയിൽ 1.5 ലക്ഷത്തിലധികം ആളുകളാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. C.K. ശശീന്ദ്രൻ, P.A. മുഹമ്മദ് തുടങ്ങിയവരും വയനാട്ടിൽ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. കണ്ണൂരിൽ കാലിക്കടവ് മുതൽ പൂഴിത്തല വരെ ആയിരങ്ങളാണ് മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായത്. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, E.P. ജയരാജൻ, M.V. ജയരാജൻ, P.K. ശ്രീമതി, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പ്രശസ്ത സാഹിത്യകാരൻ M. പ്രഭാകരൻ തുടങ്ങി നിരവധി പേരാണ് ചങ്ങലയിൽ കണ്ണികളായത്. കാസർകോട് അവസാനിച്ച മനുഷ്യച്ചങ്ങലയിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനും P. കരുണാകരൻ MP-യും അവസാന കണ്ണികളായി. 47 കിലോമീറ്റർ ദൂരത്തോളമാണ് കാസർകോട് ജില്ലയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. നോട്ട് നിരോധിച്ചതുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുകയല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിയതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മോദി കുടുംബം ഉപേക്ഷിച്ചതുകൊണ്ട് മോദിയുടെ കുടുംബം രക്ഷപ്പെട്ടെങ്കിലും രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളും അപകടത്തിലായതായി VS പരിഹസിച്ചു. ജനങ്ങളുടെ യഥാർത്ഥ മിത്രത്തെയും ശത്രുവിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞതായി കാനം രാജേന്ദ്രനും പറഞ്ഞു. നോട്ട് നിരോധിച്ചതിലൂടെ ജനങ്ങളെ നട്ടം ചുറ്റിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നവർ വിമർശനം ഉന്നയിച്ചത്. നോട്ട് നിരോധനം കൊണ്ട് ആളുകളെ ദ്രോഹിച്ചതല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് മുഴുവൻ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പിൻവലിക്കാൻ അധികാരമുള്ളവർ മനസ്സിലാക്കണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള ഭ്രാന്തൻ നടപടി സ്വീകരിക്കാനാണോ ഭരണാധികാരികൾ തയ്യാറാകേണ്ടത്? തീരുമാനമെടുക്കുന്നയാൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വിവരം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ രംഗത്തുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്യണം. നിങ്ങൾക്കൊരു ജനാധിപത്യ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. നിങ്ങളിൽ ജനാധിപത്യ മനസ്സല്ല, അമിതാധികാര മനസ്സാണെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യും. നോട്ട് നിരോധിച്ച ശേഷം രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിയതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. ഈ രാജ്യത്തിലെ 99% ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഒരു ഭരണ പരിഷ്കാരമാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിയിരിക്കുന്നത്. മോദി കുടുംബം ഉപേക്ഷിച്ചതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടുവെങ്കിലും രാജ്യത്തെ മറ്റെല്ലാ കുടുംബങ്ങളും അപകടത്തിലായതായി VS പരിഹസിച്ചു. മോഡി വികാരഭരിതനായി പറഞ്ഞത് താൻ രാജ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബവും നാടും ഉപേക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. പക്ഷേ രാജ്യം കുളം തോണ്ടി എന്ന് മാത്രം. കേരളത്തെ സഹായിക്കുന്നവരാരെന്നും എതിർക്കുന്നവരാരെന്നും ഈ സമരം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടന തകർക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ബോധപൂർവമായ ശ്രമം നടത്തുന്നത്. കല്യാണം കഴിക്കാത്ത മോദിയും രാഹുൽ ഗാന്ധിയും കുമ്മനവും ചേർന്ന് സാധാരണക്കാരുടെ കല്യാണം മുടക്കുകയാണെന്നും NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ പരിഹസിച്ചു.
അതുകൊണ്ട് മോഡിയുടെ ആദ്യത്തെ ഈ വരവൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആകെ ഒന്ന് പേടിച്ചു പോയി. ഞാൻ പേടിച്ചു പോയായിരുന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മനിൽ ശിവാജി ഗണേശൻ വരുന്നത് പോലെയാണ് അദ്ദേഹം ആദ്യം ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കടന്നു വന്ന. മൻമോഹൻ സിംഗിനെ പോലെയൊന്നുമല്ല, കണ്ടാലും അതൊരു ഗമയാണ്. ഇവിടെ VS ചൂണ്ടിക്കാണിച്ചതുപോലെ ഭായിയോർ ബഹനം ദേശവാസിയോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കടന്ന് ബഹളമാകുമ്പോൾ ഇപ്പം നാട്ടുകാരെ കാണുമ്പോൾ ദാരിദ്ര്യവാസിയോ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറേണ്ടതായി വന്നിട്ടത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.